ഹായ്, ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? ഞാനും എൻ്റെ ഫ്രണ്ട്സുമാരും കൂടി ഇന്ന് ഒന്ന് പറശ്ശിനിക്കടവിലൊക്കെ പോയി വന്നു. പിന്നെ ബസ്സിലാണ് യാത്ര ചെയ്തത്. പിന്നെ ഇത് വളപട്ടണം പുഴയല്ലേ, ഇതിൻ്റെ പേരെനിക്കത്ര ആണെന്ന് തോന്നുന്നു. ബസ്സിലാണ് പോയത്. പിന്നെ ഫ്രണ്ട്സുമാരും കൂട്ടങ്ങനെ അവിടെ ഒന്ന് പറശ്ശിനി മുത്തപ്പനെയൊക്കെ ഒന്ന് കണ്ടു. പറശ്ശിനി പോയിട്ട് പിന്നെ നമുക്ക് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം. അവിടെ പോകുന്ന വഴിക്ക് തന്നെ ഒരു അമ്പലമുണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അവിടുത്തെ വിശേഷങ്ങൾ ഒന്ന് കാണാലോ. ഇതാണ് അമ്പലം. ഇതിൻ്റെ പേര് ശ്രീ ചോനമ്മ ഭഗവതി ക്ഷേത്രം. പോകുന്ന വഴിക്ക് തന്നെയാണ്. നമ്മൾ ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഇങ്ങനെ പോകുന്ന സ്ഥലമില്ലേ, പറശ്ശിനി മടപ്പുരയിലേക്ക് ഇറങ്ങുന്ന വഴിക്ക് തന്നെയുള്ള ഒരു ക്ഷേത്രമാണത്. ഇവിടെ നല്ല കുപ്പിവളയുണ്ട് കേട്ടോ, പല വർണ്ണങ്ങളിലും പല കളറിലുള്ള കുപ്പിവളകൾ. കണ്ട, ദൂരെ നിന്ന് കണ്ട കുപ്പിവളകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നുണ്ടല്ലോ, പല വർണ്ണങ്ങളിലുള്ള. അത് ഞാൻ വേറെ തന്നെ വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് അവിടെ, എന്തൊക്കെ നിങ്ങൾക്ക് വേണം. പ്രതിമകൾ, പല ദൈവങ്ങളുടെയും പ്രതിമകളും കുട്ടികളെ കളിക്കോപ്പുകളും വളയും മാലയും, പിന്നെ എന്ത് വേണം എന്തും അവിടെ കിട്ടും. ഇതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ എന്തൊരു മനോഹരമാണെന്നോ കാണുമ്പോൾ. ഇത് എത്ര ആൾക്കാർ ഷൂട്ട് ചെയ്തിട്ടുണ്ടാകും, നിങ്ങൾക്കൊക്കെ കണ്ടു മടുത്തതായിരിക്കും. പക്ഷെ പിന്നെ ഇല്ലേ, ഈ വീഡിയോസ് ഇടാനുള്ളൊരു ഇതാണ്. നമുക്കിത് കാണുമ്പോൾ നമ്മളെ ഫോണ് താനേ എടുത്തു പോകും, ഇങ്ങനെ ഷൂട്ട് ചെയ്തു പോകും. എന്തൊരു ഭംഗിയാണെന്നറിയോ ഇതൊക്കെ കാണാൻ, എന്തൊരു കളർഫുള്ളാണ്. രണ്ട് ഭാഗത്തായിട്ട് നിരത്തി വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഏത് കാലം കാണുന്നതാണിത്. മടപ്പുര പോകുമ്പോൾ എപ്പോഴും കാണുന്നതാണ്. അവിടെ നിന്ന് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളും വാങ്ങും. കുറച്ച് കുപ്പിവള വാങ്ങിച്ചു. എത്ര വാങ്ങിയാലും തീരാതത്രക്കും ഇഷ്ടം പോലത്തെ കളറിൽ കിട്ടും. ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന കുപ്പിവളകൾ പല വർണ്ണങ്ങളിലും, മഞ്ഞ, നീല, പച്ച, ചുവപ്പ്, അങ്ങനെ ഞങ്ങൾ മടപ്പുരയിലെത്തി. ഇതൊക്കെ മടപ്പുരയിൽ പോകുന്ന വഴിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മടപ്പുരയിലേക്ക് കയറുകയാണ്. ഇതാണ് ഇതിൻ്റെ കവാടം. ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് കയറുന്ന കവാടാണ്. അപ്പോൾ അവിടുത്തെ പ്രസാദമൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പറശ്ശിനി മടപ്പുര. ഓക്കെ.